അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ സാറ അലാ നഹ്ജിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 3-ാമത്തെ പാർട്ടിൽ 6-ാമത്തെ ആയത്ത് മുതൽ 9-ാമത്തെ ആയത്ത് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 6-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. അങ്ങനെയുള്ള അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, പ്രതാപശാലിയാണ്, കരുണാനിധിയാണ്. ദാലിക അവൻ, മേൽ പ്രസ്താവിക്കപ്പെട്ട അവൻ, ആലിമുൽ ഗൈബി വശഹാദ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാകുന്നു. അൽ അസീസ് പ്രതാപശാലിയാണ്, അർ റഹീം കരുണാനിധിയാണ് എന്നതാണ് 6-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആകാശത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന, ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ രക്ഷിതാവ് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണെന്നർത്ഥം. സൃഷ്ടികൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഗൈബ് ഷഹാദത്ത് എന്നുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമെന്നോ ദൃശ്യമെന്നോ ഒന്നില്ല, എല്ലാം ഒരുപോലെ അറിയുന്നവനാകുന്നു അള്ളാഹു. ഇനി ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളായ അസീസ്, റഹീം എന്ന നാമം പ്രസ്താവിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിച്ചത്. ഇതിൻ്റെ ഒരു വിശദീകരണമായി കൊണ്ട് മുഫസ്സിറുകൾ പറയുന്നു, റഹീമിന് മുമ്പ് ഇസ്സത്തിനെ അള്ളാഹു പ്രസ്താവിച്ചതിൻ്റെ കാരണം ഒരാളോട് അല്ലെങ്കിൽ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നതിൽ ഇസ്സത്തിന്, പ്രതാപത്തെ കാണുന്നവനാണ് അവൻ. എന്നുവെച്ചാൽ അഭിമാനത്തെയും പ്രതാപത്തെയും ഒരാളോട് കാരുണ്യം കാണിക്കുന്നതിൽ അള്ളാഹു അഭിമാനിക്കുന്നു, പ്രതാപശാലിയാകുന്നു എന്നർത്ഥം. മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ വൈമനസ്യത്താലോ ഇഷ്ടമില്ലാതെയോ അല്ല അവൻ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നത് എന്ന് സാരം. ഇനി 7-ാമത്തെ ആയത്ത്, അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അതായത് താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും നന്നാക്കി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നും അവൻ ആരംഭിച്ചു. അല്ലദി എങ്ങനെയുള്ളവനാണവൻ, അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും നന്നാക്കി സൃഷ്ടിച്ച് ഉണ്ടാക്കിയവൻ. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നും അവൻ ആരംഭിച്ചു. അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പൊതുവായി കൊണ്ട് പറയുകയാണ്. അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി ഉണ്ടാക്കി എന്ന് പറയുന്നതിലൂടെ അള്ളാഹു പൊതുവായി എല്ലാ വസ്തുക്കളെയും എല്ലാ സൃഷ്ടികളെയും അള്ളാഹുവാണ് ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു പറയുന്നു. അതുതന്നെ ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയത്. ഓരോ സൃഷ്ടികൾക്കും അനുയോജ്യമായ രൂപത്തിലാണ് അള്ളാഹു അവയൊക്കെ സൃഷ്ടിച്ചത്. കന്നുകാലികളുടെ വർഗത്തിൽ മനുഷ്യനെ ജനിപ്പിക്കാതെ നേരെ തിരിച്ച് മനുഷ്യവർഗത്തിൽ മൃഗങ്ങളെയും കന്നുകാലികളെയും മറ്റ് ജീവികളെയും ജനിപ്പിക്കാതെ എല്ലാത്തിനെയും ഉത്കൃഷ്ടമായ ആ ജീവികൾക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറയുന്നു. ഇനി ഈ ആയത്തിൽ ഖലഖ എന്ന ഖിറാഅത്തുണ്ട്, ഖൽഖ എന്ന ഖിറാഅത്തുമുണ്ട്. ഇവിടെ ഖലഖഹു എന്നാണ്, അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു എന്നാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്തത്. എന്നാൽ അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു ലാമിന് സുക്കൂൻ ആയിട്ടുമുള്ള ഖിറാഅത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതേ ആശയം തന്നെ സൂറത്തു തീനിൻ്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് സൂറത്തു തീനിൽ അള്ളാഹു പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും എന്ന പ്രയോഗത്തിൽ കുല്ല ശൈഇൻ ഖലഖഹു എന്ന ആ ഒരു പ്രയോഗത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യനെ വീണ്ടും പ്രത്യേകമായി പരാമർശിച്ചു. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നും അവൻ ആരംഭിച്ചു എന്ന് പറയുന്നതിലൂടെ വീണ്ടും മനുഷ്യനെ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് പരാമർശിച്ചു. ഇങ്ങനെ പ്രത്യേകമായി പരാമർശിച്ചത് മനുഷ്യവർഗത്തോട് അള്ളാഹുവിനുള്ള ആദരവും ബഹുമാനവും നിമിത്തമാണ് എന്ന്
പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. സുമ്മ ഖസ്സൽ ആദമിയ്യ ലിശറഫിഹി വഫദ്ലിഹി. ആദം സന്തതികളെ വീണ്ടും അള്ളാഹു പ്രസ്താവിച്ചത് ആദം സന്തതികളോടുള്ള ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടുമാണ് എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 70-ാമത്തെ ആയത്തിൽ മനുഷ്യകുലത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നും അവൻ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അബുൽ ബഷർ മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദം അലൈഹിസ്സലാമിനെ കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത്. ഇനി 8-ാമത്തെ ആയത്ത് സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. പിന്നെ അവൻ്റെ സന്തതിയെ നിസ്സാരപ്പെട്ട ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്നും അവൻ ഉണ്ടാക്കി. സുമ്മ പിന്നീട് ജഅല നസ്ലഹു അവൻ്റെ സന്തതിയെ ആക്കി മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ നിസാരപ്പെട്ട ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്നും. സുലാലത്ത് എന്ന് പറഞ്ഞാൽ സത്ത്, ഇവിടുത്തെ ഉദ്ദേശം നമുക്കറിയാം ബീജമാകുന്നു. അപ്പോൾ നിസാരമായ നിന്ദ്യമായ ഒരു ബീജത്തിൽ നിന്നും പിന്നീട് മനുഷ്യൻ്റെ പരമ്പരയെ അള്ളാഹു ഉണ്ടാക്കി എന്നതാണ് 8-ാമത്തെ ആയത്തിൻ്റെ ഉദ്ദേശം. ഇനി 9-ാമത്തെ ആയത്ത് ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. പിന്നീട് അവനെ അന്യൂന്യമായി ശരിപ്പെടുത്തുകയും അവനിൽ തൻ്റെ വക റൂഹ് ജീവാത്മാവ് ഊതുകയും ചെയ്തു. മനുഷ്യരെ, നിങ്ങൾക്കവൻ കേൾവിയും കണ്ണുകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു. അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. തുമ്മ സവ്വാഹു പിന്നീട് മനുഷ്യനെ അവൻ അന്യൂനമായി ശരിപ്പെടുത്തി. വനഫഖ ഫീഹി മിൻ റൂഹിഹി അവനിൽ തൻ്റെ വക റൂഹിനെ ജീവാത്മാവിനെ ഊതുകയും ചെയ്തു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ മനുഷ്യരെ, നിങ്ങൾക്കവൻ കേൾവിയും കണ്ണുകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു. ഖലീലൻ മാ തഷ്കുറൂൻ അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നതാണ് 9-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. സവ്വ എന്നാൽ ശരിപ്പെടുത്തി, നേരെയാക്കി എന്നതാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ തുമ്മ സവ്വാഹു പിന്നീട് മനുഷ്യനെ അവൻ ശരിപ്പെടുത്തി, നേരെയാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ശരിയായ രൂപം നൽകി എന്നർത്ഥം. നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പലവിധ വർണ്ണങ്ങളെ ദർശിക്കാനുള്ള കാഴ്ചാശക്തിയും വ്യത്യസ്ത ശബ്ദങ്ങളെ കേൾക്കാനും അതിനെ തിരിച്ചറിയാനുമുള്ള കേൾവിശക്തിയും ബുദ്ധിശക്തിയും നൽകുകയുണ്ടായി. വിലമതിക്കാനാവാത്ത ഒട്ടനവധി അവയവങ്ങളും മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് അവൻ സംവിധാനിച്ചു, സജ്ജീകരിച്ചു എന്നൊക്കെയാണ് സുമ്മ സവ്വാഹു അവനെ അള്ളാഹു ശരിപ്പെടുത്തി എന്നതിൻ്റെ ഉദ്ദേശമായി കൊണ്ട് തഫ്സീറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് വനഫഖ ഫീഹി മിൻ റൂഹിഹി അവനിൽ തൻ്റെ വക റൂഹ് ജീവാത്മാവ് ഊതുകയും ചെയ്തു. മലക്ക് മുഖേന അള്ളാഹു അവൻ്റെ റൂഹിനെ അള്ളാഹു മനുഷ്യനിൽ റൂഹൂതി എന്നതാണ് ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ റൂഹിനെ അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് ഇവിടെ പ്രസ്താവിച്ചത്. അഥവാ അവൻ്റെ റൂഹിൽ നിന്നും മനുഷ്യനിലേക്ക് റൂഹൂതി. മിർ റൂഹിഹി അവൻ്റെ റൂഹിൽ നിന്നും അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്നും മനുഷ്യനിലേക്ക് റൂഹിനെ ഊതി എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ മുഫസ്സിറുകൾ പറയുന്നു, മനുഷ്യൻ്റെ റൂഹിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതിനെയാണ് ഇലാഫത്തു തശ്രീഫ് എന്ന് പറയുക. അഥവാ വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചേർത്തി പറയുന്നതിനെ നമുക്ക് കാണാൻ കഴിയും. ഇലാഫത്തു തശ്രീഫ് എന്നാണ് അതിന് പറയുക. അഥവാ നാഖത്തുല്ലാ അള്ളാഹുവിൻ്റെ ഒട്ടകം, ബൈത്തുല്ലാ
അള്ളാഹുവിൻ്റെ ഭവനം, ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഒരു പദത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയണമെങ്കിൽ ആ പദത്തിന് അള്ളാഹു ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്. അതുകൊണ്ടാണ് ആ പദത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് എന്നതാണ് ഇലാഫത്തു തശ്രീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ റൂഹിനെ അള്ളാഹുവിൻ്റെ റൂഹിലേക്ക് ചേർത്തി പറഞ്ഞത് മനുഷ്യനോടുള്ള ആദരവാണ്, മനുഷ്യനോടുള്ള ബഹുമാനമാണ് എന്നാണ് മുഫസ്സിറുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. വ ഇലാഫത്തു റൂഹി ഇലൈഹി തആല ലിത്തശ്രീഫി വത്തക്രീമി ലിഹാദൽ മഖ്ലൂഖ് കമാ ഫീ ഖൗലിഹിം ബൈത്തുല്ലാ. അപ്പോൾ അള്ളാഹു ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഭവനമെന്ന് പറയുന്നത് പോലെ അള്ളാഹു ഈ മനുഷ്യവർഗത്തെ ആദരിച്ചതിൻ്റെ ഉദാഹരണമാണ് അള്ളാഹുവിലേക്ക് മനുഷ്യൻ്റെ റൂഹിനെ ചേർത്തി പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. പിന്നീട് അള്ളാഹു പറഞ്ഞത് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി തന്നു. ഖലീലമ്മാ തഷ്കുറൂൻ, പക്ഷേ വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇത് സൂറത്തു സബഇൻ്റെ 13-ാമത്തെ ആയത്തിൽ വഖലീലും മിൻ ഇബാദിയ ശക്കൂർ എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അഥവാ എൻ്റെ അടിമകളിൽ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനുള്ള നന്ദി മനുഷ്യർ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്ന ആശയം വ്യത്യസ്ത സൂറത്തുകളിൽ, വ്യത്യസ്ത ആയത്തുകളിലൂടെ അള്ളാഹു പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും സഹോദരന്മാരെ, അള്ളാഹു നൽകിയ എമ്പാടും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും നോക്കിയാൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത ഒരുപാട് ഒട്ടനവധി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളുടെ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ആ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് അവനിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണ നന്ദി ഹംദിനാലും ശുക്രിനാലും നമ്മൾ സമർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.